ഈ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തെ ഉദ്ധരിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല ലാഭകരമായ ഒരു കച്ചവടമാണ്. അതൊരു പ്രത്യേക തരത്തിലുള്ള ഉദ്ധാരണമാണെങ്കിൽ ലാഭം മാത്രമേ ഉള്ളൂ. പക്ഷേ മുസ്ലിം സമുദായത്തിന് വേണ്ടി സത്യസന്ധമായി നിലകൊള്ളുക എന്ന് പറയുന്നത് ഇന്ന് വലിയ വെല്ലുവിളിയാണ്. അവരാക്രമിക്കപ്പെടും, അവരുടെ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യപ്പെടും, അവർക്ക് മുദ്രയാർത്തപ്പെടും, ഇതെല്ലാം ചെയ്യും. എന്നാൽ മറുവശത്ത് ഉദ്ധരിക്കാൻ എന്ന പോലെയുള്ള ഒരു കട തുറന്നു വെച്ചാൽ അത് വളരെ ലാഭകരവും ആദായകരവുമായ കച്ചവടമാണ്. ആ കച്ചവടം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും വലിയ ചർച്ചയായിരുന്നു. പണ്ട് മുസ്ലിം ലീഗ് ഉള്ളപ്പോൾ എന്തിനാണ് വേറൊരു മുസ്ലിം പാർട്ടി എന്ന് ചിലരോട് ചോദിക്കുമ്പോൾ പറയുമായിരുന്നു, അവർക്ക് ഈമാനില്ല, അവരെല്ലാം കച്ചവടക്കാരാണ്, അവർക്ക് ത്വാക്കത്തില്ല, അവർക്ക് യക്കീനില്ല, അവർ ഷഹീദാവാൻ മനസ്സുള്ളവരല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ഈ ഗുണങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതിനെല്ലാം യോഗ്യരാണ് എന്ന നിലയിലാണ് അത് വളർത്തി റെഡിയാക്കി കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോൾ അവസാനം എവിടെ എത്തി നിൽക്കുന്നത്? സമുദായത്തിൻ്റെ മുന്നിലും സമൂഹത്തിൻ്റെ മുന്നിൽ പോലും മറുപടി പറയാനാവാതെ കൊന്നവരാര്, തിന്നവരാര്, അടിച്ചവരാര്, കൊന്നവരാര് എന്നുള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സംഗതി ഇപ്പോൾ ഇല്ല. നമ്മൾ ചില കാര്യങ്ങൾ പറയുമല്ലോ, ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞതുപോലെ ഒരു കാരണം കണ്ടുപിടിച്ച് ഞങ്ങളുടെ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ചിലരുടെ കഥകൾ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബംഗാളിൽ നിന്ന് സമാനമായ ഒരു മുസ്ലിം ഉദ്ധാരണത്തിൻ്റെ വീഡിയോ പുറത്തു വന്നത്. ഹുമയൂൺ കബീർ എന്ന് പറയുന്ന ഒരാളുടെ പാർട്ടിയുണ്ട്, ഉന്നയാൻ പാർട്ടി എന്നാണ് ആ പാർട്ടിയുടെ പേര്. ആ പാർട്ടിയുമായി സഖ്യത്തിലായിരിക്കുന്നത് നമ്മുടെ അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടിയാണ്. ഈ അസദുദ്ദീൻ ഉവൈസിയെ പണ്ടൊക്കെ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ ഇവിടുത്തെ ഈ ഷഹീദാക്കാൻ നിയോഗിക്കപ്പെട്ട അതിൻ്റെ സഹോദരങ്ങൾ അവർ ചോദിക്കുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഈമാനെ പരീക്ഷിക്കാൻ നമ്മളാരാണ്, അദ്ദേഹത്തിൻ്റെ ഈമാൻ എന്താണ് എന്നൊക്കെ പറഞ്ഞ്. ഈമാനൊക്കെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ നാട്ടിൽ നടത്തുന്ന കച്ചവടം ഇതുമായി ഒന്നും ഒരു ബന്ധമില്ലാത്തതാണ്. ഈ ഈമാനും അമലിസ്വാലിഹാത്തും ഒക്കെ പറയുന്നു എന്നല്ലാതെ അതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഒരുപാട് പേർക്കും ഇല്ല. ഇതെല്ലാം വെച്ചുള്ള കച്ചവടമാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ കുറച്ച് നേതാക്കളൊക്കെ കച്ചവടക്കാരാന്ന് പറഞ്ഞാലും അവരാരും നീട്ടി ദീക്ഷയും വളർത്തി വലിയ കറുത്ത് കത്തി നിൽക്കുന്ന തഴമ്പും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പച്ച ഷോളും ഒക്കെ തോളയിലിട്ട് അല്ലെങ്കിൽ പറയുമ്പോഴെല്ലാം ഷഹീദാവുന്നതിൻ്റെ മഹത്വം പറഞ്ഞൊന്നും അല്ലല്ലോ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ നടത്തുന്നത്. ഇതങ്ങനല്ല. അസദുദ്ദീൻ ഉവൈസിയൊക്കെ 24 മണിക്കൂറും ഈ സമുദായത്തിന് ആരും ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആട്ടിൻതോലിട്ട ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു ചെകുത്താനും ചെന്നായിയുമാണ് ഈ അസദുദ്ദീൻ ഉവൈസി. പുള്ളിയും ഇദ്ദേഹവും തമ്മിലായിരുന്നു സഖ്യം. പുറത്തു വന്ന വീഡിയോയിൽ പറയുന്നത് എന്താണെന്നറിയോ? പശ്ചിമ ബംഗാളിലെ മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കാൻ 1000 കോടി രൂപ BJPയോട് ചോദിച്ചിട്ടുണ്ടത്രേ. 1000 കോടി രൂപ ഏത് കച്ചവടം ചെയ്താൽ കിട്ടും? 10 കോടി രൂപ കിട്ടുമോ? അതേസമയം ഇതുപോലെ മുസ്ലിം സമുദായ ഉദ്ധാരണം ഉണ്ടാക്കി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വിറ്റാൽ 5 കോടി രൂപ കിട്ടിയാൽ പുളിക്കുമോ? എടാ, അതിനെന്തോ അതിൻ്റെ നഷ്ടമുണ്ടോ? 5 കോടി രൂപ കിട്ടിയാൽ വളരെ സന്തോഷപൂർവ്വം കാര്യങ്ങൾ നടക്കും. അണികളാകുന്ന അടിമകൾ എന്തു പറഞ്ഞാലും വിശ്വസിച്ചോളും. നമ്മുടെയൊക്കെ ജീവിതം വളരെ സുന്ദരവും സുരഭിലവുമാവും. സൈക്കിൾ ചവിട്ടി പോകുന്നവരും റോഡിലൊക്കെ ഇട്ട് കൊച്ചു കച്ചവടം നടത്തുന്നവരുമൊക്കെ വലിയ വിലപിടിപ്പുള്ള കാറുകളിലും വലിയ റിയൽ എസ്റ്റേറ്റ് ആളുകളുമൊക്കെ ആയി മാറാൻ കഴിയും. ഡൽഹിയിലും ഹൈദരാബാദിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ വലിയ എന്താ പറയുന്നത് മാളുകൾ പണിയാൻ കഴിയും. 1000 കോടി രൂപയെ നെഗോഷിയേറ്റ് ചെയ്താൽ ഒരു 500 കിട്ടിയാൽ ലാഭമില്ലയോ? പേര് ഹുമയൂൺ, തെറ്റിപ്പോകരുത്, ഹുമയൂൺ എന്ന് ഉച്ചരിക്കണം. ഹീറോ ഹോണ്ട എന്ന് പറയുന്ന ആ ശബ്ദം ഉപയോഗിക്കണം. അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടിയാണ്. തൃണമൂൽ കോൺഗ്രസ്സുകാരെന്തായാലും വീഡിയോ പുറത്തു വിട്ടു. അസദുദ്ദീൻ ഉവൈസി അതുകൊണ്ട് സഖ്യം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുക. രണ്ടുപേരുടെ ചേർന്നാണ് ഈ കച്ചവടം നടത്താൻ പോയത്. അപ്പോൾ അതാണ് സ്ഥിതിവിശേഷം. ആ കച്ചവടം ഈ മുസ്ലിം സാമൂഹ്യ ഉദ്ധാരണം കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്.